ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ മോരുകൂട്ടാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് പച്ചമാങ്ങ മോരുകൂട്ടാൻ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അതിനായി ഞാൻ ഇവിടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസ് മാങ്ങ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരമുറി തേങ്ങ തിരുമിയതും ചേർക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും ചേർക്കാം. നിങ്ങൾക്ക് എരി അനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുക്കുക. ഞാനിവിടെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. അതിനായി പാൻ ഒന്ന് ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക്, കറിവേപ്പില, ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. തീ സിമ്മിലിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് തിളപ്പിക്കാതെ ചെറിയ രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ മോരുകൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.